ഇന്ന് നമുക്ക് ഗീതാധ്യാനത്തിലെ 3-ാമത്തെ ശ്ലോകം നോക്കാം. പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. ഓരോ വരിയുടെയും അർത്ഥം നോക്കാം. പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ. പ്രപന്ന ശരണം തേടി വന്നവർ അല്ലെങ്കിൽ ആശ്രയം അന്വേഷിച്ചു വന്നവർ. പാരിജാതായ പാരിജാത വൃക്ഷം പോലെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നവനായ. സ്തോത്ര ചമ്മട്ടി, വേത്ര ദണ്ഡം, അതായത് കുതിരയെയോ മറ്റ് മൃഗങ്ങളെയോ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വള്ളിയാണ് ചമ്മട്ടി എന്നാൽ. ചമ്മട്ടിയുടെ അടിക്കുന്ന ഭാഗമാണ് സ്തോത്രം. ആ ചമ്മട്ടിയുടെ വടി അല്ലെങ്കിൽ പിടിയാണ് വേത്രം. സ്തോത്രവേത്ര വടിയോട് കൂടിയ ചമ്മട്ടി, അതായത് ചാട്ടവാർ. നമ്മൾ പാർത്ഥസാരഥിയായ കൃഷ്ണന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. അതില് അർജുനന്റെ തേരാളിയായിരുന്നുകൊണ്ട് ഒരു കയ്യില് കുതിരയെ തെളിയിക്കാനുള്ള ചമ്മട്ടിയും വടിയും പിടിച്ച് ഫോട്ടോ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അത് തന്നെയാണ് ഇവിടെ സ്തോത്രവേത്രൈകപാണയെ, ഒരു കയ്യിൽ ചമ്മട്ടി ഏന്തിയവനും, അതായത് അർജുനന്റെ തേരാളിയായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ. പ്രപന്ന പാരിജാതായ ശരണം പ്രാപിച്ചവർക്ക് പാരിജാത വൃക്ഷം പോലെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നവനുമായ ശ്രീകൃഷ്ണ ഭഗവാൻ. ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃത ദുഹേ നമഃ. ജ്ഞാനമുദ്രായ, ജ്ഞാനം, ജ്ഞാന എന്ന് വെച്ചാൽ ജ്ഞാനം തന്നെ, മുദ്രായ മുദ്രയോടെ, കൃഷ്ണായ ശ്രീകൃഷ്ണന്, ഗീത, ഗീത എന്ന് വെച്ചാൽ ഇവിടെ ഭഗവത്ഗീത, അമൃത അമൃതം, ദുഹേ പിഴിഞ്ഞു നൽകുന്നവൻ, അതായത് കറന്നു നൽകുന്നവൻ, നമഃ നമസ്കാരം. ജ്ഞാനമുദ്രായ കൃഷ്ണായ ജ്ഞാനമുദ്രയോടെയുള്ള ശ്രീകൃഷ്ണന്, ഗീതാമൃത ദുഹേ നമഃ ഗീത എന്ന അമൃതം പിഴിഞ്ഞു നൽകുന്നവന് നമസ്കാരം. മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം. ശരണം പ്രാപിക്കുന്നവർക്ക് പാരിജാത പുഷ്പം പോലെ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്നവനും, ഒരു കൈയിൽ ചമ്മട്ടി ഏന്തിയവനും മറുകൈ ജ്ഞാനമുദ്രയിൽ പിടിച്ചിരിക്കുന്നവനും, ഗീതയാകുന്ന അമൃതിനെ കറന്നെടുത്തവനുമായ ഭഗവാൻ കൃഷ്ണനെ ഞാൻ വണങ്ങുന്നു. ശ്ലോകം ഒരിക്കൽ കൂടി കേൾക്കാം. പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. ധന്യവാദः.